നമസ്കാരം. 15 പന്തിൽ നിന്നും 24 റൺസ് സഞ്ജു കഴിഞ്ഞ ദിവസം അടിച്ചതാണ്. നമുക്ക് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച് സംസാരിക്കാം. സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നോ, വിജയിച്ചോ എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ എന്താണ് സഞ്ജുവിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സാന്റനറിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു സഞ്ജു. അതായത് മിഡിൽ സ്റ്റമ്പ്, അതായത് ബാറ്റ് ബീറ്റ് ചെയ്ത് മിഡിൽ സ്റ്റമ്പ് തെറിച്ചാണ് സഞ്ജുവിൻ്റെത് പോകുന്നത്. ഓർക്കണം, മിഡിൽ സ്റ്റമ്പ് ബാറ്റിൻ്റെ ഒരു എഡ്ജിൽ കൊണ്ടിട്ട് സ്റ്റമ്പിൽ പോയതല്ല, ബീറ്റനാണ്. അതും ഒരു റോങ് വൺ ബീറ്റ് ആവുന്നതാണ് സഞ്ജു. അതായത് സാന്റനറിൻ്റെ സ്ട്രെയിറ്റ് ബോളായിരുന്നു, കുത്തി നേരെ വന്ന പന്താണ്. വേറെ ടേൺ ഒന്നുമില്ല. സഞ്ജു ഒരു ടേൺ എക്സ്പെക്ട് ചെയ്ത് കാണുമായിരിക്കാം, പക്ഷെ അത് വന്നിട്ടില്ല. സഞ്ജുവിൻ്റെ ബാറ്റ് പ്ലേസിംഗിൽ നിന്ന് മനസ്സിലാക്കുന്നത് സഞ്ജു പ്രതീക്ഷ ഒരു ആം ബോൾ ആയിരിക്കാം, പക്ഷെ അത് വന്നില്ല. കുത്തി നേരെയാണ് എത്തുന്നത്. അപ്പം ബീറ്റ് ആവുന്നു, മിഡിൽ സ്റ്റമ്പ് തെറിക്കുന്നു. 15 പന്തിൽ നിന്നും 24 റൺസ്. ഒരു T20 പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം 15 പന്തുകൾ ഒരു സെറ്റ് ബാറ്ററിൻ്റെ ഒരു ഗുണമാണ്. ആദ്യമേ പറയാം, ഇത് സഞ്ജുവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. എന്താണ് കഴിഞ്ഞ ദിവസം മത്സരത്തിൽ ഉണ്ടായത് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ അനാലിസിസ് സഞ്ജുവിൻ്റെ ഗെയിം വെച്ച് മാത്രമാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 50 റണ്ണിന് പരാജയപ്പെട്ടു, പക്ഷേ നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം സീരീസ് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 3-1 ന്യൂസിലൻഡ് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും സംഭവിക്കാനില്ല. ബട്ട് എന്താണ് ഇന്ത്യൻ ടീമിനിടയിൽ പ്രശ്നം എല്ലാം കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ സഞ്ജുവിനായിരുന്നു നമുക്ക് പറയാം. 3 ബൗണ്ടറി, ഒരു 6. ഔട്ടാവുന്നതിന് മുമ്പ് അവസാനം അടിച്ചത് 6 ആണ്. അതായത് പിന്നീട് 2 സിംഗിൾ അടിച്ചെങ്കിൽ പോലും ഒരു ബൗണ്ടറി എന്ന രീതിയിൽ അടിച്ചത് 6 ആണ്. ആ 6 പോലും മിഡ് വിക്കറ്റിലാണ് അടിക്കുന്നത്. മിഡ് വിക്കറ്റിൽ അടിക്കുന്നത് ക്ലീൻ സ്ട്രൈക്ക് അല്ല, അത് ബാറ്റിൻ്റെ ടോ എഡ്ജിലാണ് കൊള്ളുന്നത്, അല്ലെങ്കിൽ ഒരു താഴത്തെ പോർഷനിലാണ് ബാറ്റ് കൊള്ളുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ മസിൽ പവർ എല്ലാം കൊണ്ടും അത് വളരെ ഈസിലി ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നു. 6 റൺസ് പോകുന്നു. 3 4 ഉണ്ട്. എന്നാൽ പോലും 15 ബോൾ കളിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് പോലും സഞ്ജുവിന് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ലായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കളി കണ്ട ആർക്കും മനസ്സിലാവും. അതായത് സഞ്ജു കളിക്കുന്നത് എപ്പോഴും ബാക്ക് ഫുട്ടിലാണ്. നിങ്ങൾ കളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പന്തിൻ്റെ ലൈനോ ലെങ്തോ മനസ്സിലാവുന്നതിന് മുന്നേ സഞ്ജു ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഈ സഞ്ജു ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ക് ഫുട്ടിലേക്ക് വരുമ്പോഴേക്കും ഒന്ന് സൂചിപ്പിക്കുന്നത് ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇപ്പം ഇഷാൻ കിഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ശിവം ദൂബെ വരുമ്പോഴോ ഇവർക്കൊക്കെ ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി ചാർജ് കൊടുക്കുക എന്ന് പറയുന്നത്, ബൗളറിനെ പ്രഷറാക്കുക എന്ന് പറയുന്നത് ഇതൊരു മൈൻഡ് ഗെയിം കൂടിയാണല്ലോ ക്രിക്കറ്റ്. നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടെ ബൗളർ പ്രഷറാവും. ബ്രണ്ടൻ മക്കലം തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാനുള്ള ഒരു കാരണം ആ ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി വന്ന് ഡാൻസ് കളിക്കുന്നത് കൊണ്ടാണ്. അവിടെ ഓപ്പണൻറ്റ് അല്ലെങ്കിൽ ബൗളർ പ്രഷറിലാണ്. എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് പിച്ച് എറിയണോ അല്ലെങ്കിൽ യോർക്കർ എറിയണോ അറിയില്ല. ഇവിടെ വന്നിട്ട് ഇഷാൻ കിഷൻ ആയാലും അഭിഷേക് ശർമ്മ ആയാലും ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി വന്ന് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ പ്ലെയർ ടെൻഷനിലാവും. ഇവിടെ ഒരു ബാറ്റർ കണ്ടിന്യൂസ്ലി ബാക്ക് ഫുട്ടിലേക്ക് കളിക്കുമ്പോഴേക്കും ബൗളറിന് ആവേശമാണ്. കൊള്ളാം, എന്ത് വന്നാലും ബാക്ക് ഫുട്ടിലേക്ക് കളിക്കുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി മൈൻഡ് ഗെയിമിൽ ബൗളർ ജയിച്ച് കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം. ഇത് സഞ്ജുവിനെ വിമർശിക്കാൻ വേണ്ടി ചെയ്യുന്നതുമല്ല. എന്താണ് സഞ്ജുവിന് ഇത്രയും കോൺഫിഡൻസ് ഇല്ലായ്മ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 10 ഇന്നിങ്സിൽ, കഴിഞ്ഞതിൽ ലാസ്റ്റ് ഇന്നിങ്സ് എടുത്ത് നോക്കിയാൽ ഒരു വലിയ സ്കോർ സഞ്ജുവിൻ്റെ പക്കലില്ല. ലാസ്റ്റ് 11 ഇന്നിങ്സ് നോക്കിയാൽ ഒരു സെഞ്ചുറി ഉണ്ട്, പക്ഷേ ലാസ്റ്റ് 10 ഇന്നിങ്സിൽ ഒരു സെഞ്ചുറിയോ ഒരു അർദ്ധ സെഞ്ചുറിയോ ഒന്നുമില്ല. അപ്പോൾ ഒരു അർദ്ധ സെഞ്ചുറി ഇട്ട്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പം 15 പന്തുകൾ ഒരു T20 ബാറ്ററിന് ധാരാളമാണ് സെറ്റാവാൻ. എന്നിട്ട് പോലും സഞ്ജുവിന് സെറ്റാവാൻ സാധിക്കുന്നില്ല എന്നതാണ് സാന്റനറിൽ നിന്ന് ബൗൾഡ് ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ബാക്ക് ഫുട്ടിൽ നിന്നും സഞ്ജു ഇറങ്ങുന്നില്ല. ഓൾറെഡി പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് ബാക്ക് ഫുട്ടിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാറ്റ് ഹെൻറിയുടെ ഫസ്റ്റ് ബോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പന്ത് വരുന്നതിന് മുമ്പ് സഞ്ജു ബാക്ക് ഫുട്ടിൽ ഇറങ്ങി. ഇത് ലൈന് വരുന്നതിന് മുമ്പ് തന്നെ സഞ്ജു ബാക്ക് ഫുട്ടിൽ ഇറങ്ങി, പാഡി കൊള്ളുന്നു, നേരെ വീണ്ടും ബൗൾഡ് ആവുന്നു. രണ്ടാമത് വീണ്ടും ബൗൾഡ് ആവും. ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ ബൗൾഡ് ആവുക എന്ന് പറയുന്നത് ഒരു ബാറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ബൗൾഡ് ആവുക എന്ന് പറയുന്നത്, അതായത് 2 കളികളിൽ അടുപ്പിച്ച് ബൗൾഡ് ആവുക എന്ന്. കോട്ട് ഔട്ട് ആണെങ്കിൽ പോലും ഞാനൊരു എഫേർട്ട് എടുത്തിട്ടാണല്ലോ അടിച്ചിട്ടാണല്ലോ പോയതെന്നെങ്കിലും പറയും. ഇത് അങ്ങനെയും അല്ല. 2 തവണയാണ് അടുപ്പിച്ച് ഒരു ബാറ്റർ ബൗൾഡ് ആവുന്നു. ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, മലയാളി വികാരം ഒക്കെ എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സഞ്ജു ഇസ് നോട്ട് ഫിറ്റ് ഫോർ T20 വേൾഡ് കപ്പ്. അത് ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സഞ്ജു ഇസ് നോട്ട് ഔട്ട് ഓഫ് ഫോം, ഹീ ഈസ് ഔട്ട് ഓഫ് റൺസ്. നോ, സഞ്ജു ഇസ് ഔട്ട് ഓഫ് ഫോം. സഞ്ജു ഇസ് ഔട്ട് ഓഫ് ഫോം ആൻഡ് സഞ്ജു ഇസ് ഔട്ട് ഓഫ് റൺസ്. 4 കളികളിൽ നിന്ന് 40 റൺസാണ് സഞ്ജുവിൻ്റെ പക്കലുള്ളത്. അതായത് 4 കളികളിലും ഓപ്പണിംഗ് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ട് പവർ പ്ലേസ് ഒട്ടും യൂസ് ചെയ്യാൻ കഴിയാതെ 40 റൺസിൽ 4 വട്ടവും തിരിച്ച് ഡഗ്ഔട്ടിൽ പോയ പ്ലെയറാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങൾ പലരും പറയും 3 പേരാണ് പ്രധാനമായിട്ടും
കളിച്ചത്. അതായത് 3 പ്ലെയേഴ്സാണ് പ്രധാനമായിട്ടും കളിച്ചത്. അതിൽ മൂന്നാമത്തെ ആൾ സഞ്ജു ആണല്ലോ എന്നുള്ളത് ഒരു തർക്കങ്ങളുമില്ല. ഇപ്പോൾ അഭിഷേക് ശർമ്മ കഴിഞ്ഞ ദിവസം ഗോൾഡൻ ഡക്കിൽ പുറത്തു പോയി. ശിവം ദുബെയൊക്കെ അടിച്ച് അടി കണ്ടപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ എന്നാൽ പോലും ബാക്കി പ്ലേയേഴ്സൊന്നും ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ സംസാരിക്കുന്നത് T20 ലോകകപ്പിനെ കുറിച്ചാണ്. ഒരു കളിയെ വിലയിരുത്തിക്കൊണ്ടല്ല, 4 കളികൾ വിലയിരുത്തിക്കൊണ്ടാണ് സഞ്ജു സാംസണിൻ്റെ ഫോം ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഓബ്വിയസ്ലി ചിലപ്പോൾ സഞ്ജു കളിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. അതൊന്നും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് T20 ലോകകപ്പിനെ കുറിച്ചാണ്. T20 ലോകകപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. ഇപ്പോൾ ഇഷാൻ കിഷൻ ഓർ സഞ്ജു സാംസൺ എന്ന് ആരോടിപ്പോൾ ചോദിച്ചാൽ പോലും കണ്ണും പൂട്ടി എല്ലാവരും പറയുന്നൊരു വാചകം ഇറ്റ്സ് ഇഷാൻ കിഷൻ എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് സഞ്ജുവിന് ഇപ്പോഴും അവസരം കൊടുക്കുന്നു? കഴിഞ്ഞ ദിവസം ഈ 4ാമത്തെ T20ക്ക് മുന്നേയായി മോണെ മോർക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മോണെ മോർക്കൽ അപ്പോഴും സഞ്ജുവിനെ ബാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇല്ല, സഞ്ജുവിൽ നെറ്റ്സിൽ നല്ലോണം കളിക്കുന്നുണ്ട്, സഞ്ജു തിരിച്ചു വരും, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഹോപ്പുണ്ട്, സഞ്ജുവിന് കുറച്ച് സമയം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത്രയും ഹോപ്പിലാണ് കളിക്കുന്നത്. ആൻഡ് 25 in 15 balls ഇസ് നോട്ട് ബാഡ് സ്കോർ ഓർ സംതിങ്. ഓക്കെ, 15 ബോളിൽ നിന്ന് 24 റൺ എന്ന് പറയുന്നത് 160 സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. 3 4 ഒരു 6ൽ നിന്ന് മാത്രം 18 റൺസ് ബൗണ്ടറിയിൽ നിന്ന് മാത്രം ആ നമ്പേഴ്സ് ഉണ്ട്. 24 നിന്ന് 18 റണ്ണോളം ബൗണ്ടറിയിലുണ്ട്. അതൊന്നും കുറച്ച് കാണുകയല്ല, പക്ഷേ കൺസിസ്റ്റൻസി അതാണ് ഞാൻ പറഞ്ഞത്. 10 മുതൽ 15 പന്തുകൾ T20 ഗെയിമിൽ ധാരാളമാണ് ഫോർ എ ബാറ്റർ ടു ബി സെറ്റ്. അതിൽ അപ്പുറത്തേക്കുള്ള പന്തുകൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ നിങ്ങൾ ഓൺ ചാർജാണ്, പ്രത്യേകിച്ച് ആസ് എൻ ഓപ്പണർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും 15 പന്ത് കളിച്ചിട്ട് പോലും വീണ്ടും ബാക്ക് ഫുട്ടിൽ എന്തുകൊണ്ട് കളിക്കുന്നു, വീണ്ടും എന്തുകൊണ്ടൊരു കോൺഫിഡൻസ് സഞ്ജുവിന് വരുന്നില്ല എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ജമ്പ് ചെയ്ത് T20 ലോകകപ്പിലേക്ക് പോകുന്നത്. T20 ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ കളിക്കാനുള്ളൊരു സ്പേസ് അല്ലല്ലോ അത്. അതൊരു ലോകകപ്പാണ്. അവിടെ സ്വാഭാവികമായിട്ട് ലോകകപ്പ് ആകുമ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട് ഒരു വശത്ത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സാധാരണ സീരീസ് കളിക്കുന്ന പോലെ അല്ല ലോകകപ്പ്. അവിടെ പ്രഷർ ഭയങ്കരമായി മാറ്റർ ചെയ്യും. സ്വാഭാവികമായിട്ട് ഇന്ത്യക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നാട്ടിൽ വെച്ച് തന്നെയാണ് കളി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അതൊരു T20 ലോകകപ്പാണ്. അവിടെ ബെസ്റ്റാണ് വേണ്ടത്, അവിടെ 11ലെ ബെസ്റ്റ് വേണം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയുന്നത്, നമുക്ക് ഇന്ത്യൻ ടീമിൽ ഒരു ബാറ്റിംഗ് ഡെപ്ത് ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം. അത് നമുക്ക് വിശദമായി മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യാമെങ്കിൽ പോലും സഞ്ജു എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ പോലും ഇറ്റ്സ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് T20 വേൾഡ് കപ്പ് എന്നത് പറയാനുള്ളൊരു കാരണവും ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അക്കമിട്ട് പല കാര്യങ്ങളും നിരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 4ാമത്തെ ഇപ്പോൾ 5ാമത്തെ T20 സഞ്ജു ചിലപ്പോൾ സെഞ്ചുറി അടിച്ചു എന്ന് തന്നെ വിചാരിച്ചോ. സഞ്ജു സെഞ്ചുറി അടിച്ചു, തിരുവനന്തപുരത്ത് വന്നിട്ട് സഞ്ജു ഒരു സെഞ്ചുറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഭീകരമായ ഹൈപ്പായിരിക്കും. പ്രത്യേകിച്ച് 4 കളിയിൽ 40 റൺസ് മാത്രം എടുത്ത് ഇങ്ങനൊരു വക്കിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരികയാണെങ്കിൽ ബ്രഹ്മാണ്ഡ ഹൈപ്പ് വരും. പക്ഷേ എന്നാൽ പോലും ഒരു സെഞ്ചുറി അടിച്ചാൽ സഞ്ജുവിനെ വിശ്വസിച്ച് T20 ലോകകപ്പിലേക്ക് അജിത് അഗാർക്കറും സംഘവും എടുക്കുമെന്ന് ചോദിച്ചാൽ സീരിയസ്ലി ഐ ഡൗട്ട്. ബട്ട് കഴിഞ്ഞ കളി കാണുന്നവർക്ക് പോലും 24 റൺസ് എന്ന് പറയുന്നത് ഭയങ്കരമായ സ്കോറല്ലേ. ഇപ്പോൾ 30+ അടിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഇത് പറയാം. പക്ഷേ ഓൺ ദ നോട്ട് 15 പന്ത് സഞ്ജു ഫേസ് ചെയ്തു. അതിനൊരു 160 സ്ട്രൈക്ക് റേറ്റ് കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വീണ്ടും ആവർത്തിക്കുന്നു, ചെറിയ കാര്യമല്ല. അത് കുറച്ച് ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ ആശ്വസിക്കാമെന്ന് പറഞ്ഞാൽ 10ഉം 6ഉം 0 ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു പ്ലെയറിന് ഒരു 24 റൺസ് എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാൻ വേണ്ടിയ കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ മലയാളി വികാരമൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു ഇന്ത്യൻ ടീമിനെ കൃത്യമായ ടീം T20 ലോകകപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ നിലവിൽ ഈ പൊസിഷനിൽ 5ാമത്തെ T20 മറന്നേക്ക് ഈ പൊസിഷനിൽ വിലയിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഓബ്വിയസ്ലി ചൂസ് ഇഷാൻ കിഷൻ ഓവർ സഞ്ജു സാംസൺ. അതുമാത്രമാണ് നമ്മളും പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇങ്ങനൊരു ലൈനിൽ സഞ്ജു കളിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യങ്ങളാണത്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, 5ാമത്തെ T20യിൽ മാജിക്കുകൾ സംഭവിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.